അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, നമ്മൾ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. അൽഹംദുലില്ലാഹ്, ഏകദേശം കഴിയാൻ ഒരു അഞ്ച് നാമങ്ങൾ അങ്ങനെ ഉള്ളൂ. അപ്പോഴേക്കും കഴിയും. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അൽ മുഅ്തി അല്ലേ, നൽകുന്നവൻ, ധാരാളമായി നൽകുന്നവനാന്നുള്ളാഹു എന്ന് പറഞ്ഞു, സമ്മാനം നൽകുന്നവനാന്നുള്ളാഹു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അൽ മുസഅ്ഇർ ആണ്. എന്താണ് മുസഅ്ഇർ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു വസ്തുവിൽ വർധനവുണ്ടാക്കുകയും അതിൻ്റെ വിലയും സ്ഥാനവും സ്വാധീനവും ഉയർത്തുകയും ചെയ്യുന്നവൻ എന്നാണ് അൽ മുസഅ്ഇർ എന്ന നാമത്തിൻ്റെ അർത്ഥം പറയുന്നത്. വർധനവുണ്ടാക്കുകയും അതിൻ്റെ വിലയും സ്ഥാനവും സ്വാധീനവും ഉയർത്തുകയും ചെയ്യുന്നവൻ. എന്തെങ്കിലും ഒരു വസ്തു അല്ലേ, അതിന് വർധനവുണ്ടാക്കുക, അതിൻ്റെ വിലയിലും സ്ഥാനത്തിലും സ്വാധീനം ഉണ്ടാക്കുക, ഉയർത്തുക. ഈ ഒരു നാമം അള്ളാഹുവിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിശേഷണമാണ്. ഇത് ഹദീസിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സാധനങ്ങൾക്ക് ഭയങ്കര വില കൂടി. അപ്പോൾ അവർ പറയാന്ന് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഞങ്ങൾക്ക് താങ്കൾ വില നിശ്ചയിച്ച് തന്നാലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് മറുപടി പറയുന്നുണ്ട്. നിശ്ചയമായും ഇന്നല്ലാഹു ഹുവൽ ഖാലിഖുൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖുൽ മുസഅ്ഇർ. അള്ളാഹു ആണ് എന്ത്? ഖാബിദ്, ബാസിത്ത്, ഖാലിഖ്, റാസിഖ്, അൽ മുസഅ്ഇർ ആയ അള്ളാഹു, സൃഷ്ടാവ്. അപ്പോൾ അൽ മുസഅ്ഇർ എന്ന് വെച്ചാൽ വില വിധിച്ചവൻ എന്നാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും ഒരാളും രക്തത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ വിഷയത്തിൽ ഞാൻ അയാളോട് ചെയ്ത ഒരു അന്യായത്തിൻ്റെ പേരിൽ എന്നെ അന്വേഷിക്കാത്ത നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അവിടെ വില നിശ്ചയിച്ചിട്ട് പിന്നീട് അത് ആരും പരാതി പറയാൻ പാടില്ല അല്ലേ. അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെടൽ കുറവാണ്. അപ്പം അതുകൊണ്ട് അതിൽ വിലൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ അള്ളാഹു തആലയാണ് അല്ലേ. ഓരോ കാര്യങ്ങളുടെയും ഇപ്പം ഇഷ്ടംപോലെ ലഭിക്കുമ്പോൾ സാധനങ്ങളുടെ വില കുറയും അല്ലേ. വസ്തുക്കൾ വിരളമായി, അതായത് ലഭ്യത കുറയുമ്പോഴും ആവശ്യക്കാർ കൂടുമ്പോഴുമാണ് എന്ത്? വില വർധനവ് ഉണ്ടാകുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിൻ്റെ, ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളെ ഉപജീവനത്തിൻ്റെ വിഷയത്തിലുള്ള കൈകാര്യകർത്തൃത്വം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണല്ലോ അല്ലേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അള്ളാഹു തആല എന്താക്കും? അത് അള്ളാഹു തആല കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വേണ്ട. അപ്പോൾ വില ചിലപ്പം അള്ളാഹു തആല അല്ലേ, ശരിക്കും ഇതൊരു പരീക്ഷണാന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും കാര്യകാരണ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ ദുനിയാവിൽ നടക്കുന്നത്. അപ്പോൾ അള്ളാഹു തആല ചിലപ്പോൾ നമുക്ക് വിശാലമായിട്ട് തരും അല്ലേ. ഇപ്പം നമുക്കറിയാം ഓരോ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഉള്ളി, തക്കാളി പോലെയുള്ള വസ്തുക്കൾ അല്ലേ. ഇതിൻ്റെ വില കൂടുമ്പോഴാണ് മനുഷ്യന്മാർക്ക് ഭയങ്കര ഇത് പ്രയാസം പോലെ തോന്നുന്നത്. അല്ലേ, ഉള്ളി എന്ന് പറയുന്നത് ഭയങ്കരമായ, കണ്ണൂർക്കാർക്ക് പ്രത്യേകിച്ച് നോമ്പൊക്കെ ആവുമ്പോൾ വളരെ അത്യാവശ്യമായ ഒരു ജീവവായു പോലത്തെ ആവശ്യമുള്ള വസ്തുവാണ് ഉള്ളി അല്ലേ. അതിനൊക്കെ വില കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യക്കാർ കൂടുകയും അതിൻ്റെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും വില കൂടുന്നത്. പിന്നെ ചില ആൾക്കാർ
ചില മനുഷ്യന്മാർ ഇതിന് ബിസിനസ് ട്രിക്കായിട്ട് പിന്നെ അത് പിടിച്ചു വെക്കും, കൊടുക്കാണ്ട്, എന്നിട്ട് ഇതിന് വില കൂട്ടിയിട്ട് പിന്നെ വിൽക്കുന്ന അങ്ങനത്തെ ട്രിക്കും ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നെ അള്ളാഹു തആല തന്നെയാണ് എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്താവ് അല്ലേ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല എന്താക്കും, വിശാലമായിട്ട് റിസ്ക് കൊടുക്കും. ചില ആൾക്കാർക്ക് അള്ളാഹു തആല റിസ്ക് പിന്നെ കുടുസാക്കും അല്ലേ. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വില കൂടുന്നതും വില കുറയുന്നതും എല്ലാം എന്താണ്, അത് അള്ളാഹുവിൻ്റെ ഖദർ അല്ലേ, പ്രാപഞ്ചികമായ ഒരു ഖദറുൻ കൗനിയൻ എന്നുള്ള ആ ഒരു ഇതിലാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സൂറത്ത് ശൂറയിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ലഹു മഖാലിദു സമാവാതി വൽ അർദ് യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ അവൻ്റെ അധീനതയാണ്. അള്ളാഹിൻ്റെ അടുത്താണ് എല്ലാത്തിൻ്റെയും താക്കോൽ, അള്ളാഹുവിൻ്റെ അടുത്താണ് അല്ലേ. ഖജനാവ് ഏറ്റവും അല്ലേ, ഒരാൾ എടുത്താലും തീരാത്ത അത്ര ഖജനാവിൽ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല എന്താക്കുന്നുണ്ട്, ഉപജീവനം വിശാലമായി നൽകുകയും മറ്റുള്ളവർക്ക് അള്ളാഹു തആല അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അൽ മുസഅർ എന്നുള്ള ഈ ഒരു നാമം പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. അത് പിന്നെ നിരുപാധികമായ പൂർണ്ണതയെയും മദ്ഹിനെയും ഉൾക്കൊള്ളുന്നില്ല എന്നതുകൊണ്ടാണ് ആ ഒരു നാമം അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതല്ല എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നെ അൽ ഖാബിൽ, അൽ ബാസിത്ത്, അൽ റാസിഖ് ഈ നാമങ്ങൾ അറിയിച്ച ആ ഹദീസിലുള്ളതാണെന്ത്, അൽ മുസഅർ എന്നുള്ള ഈ ഒരു നാമം. അതുകൊണ്ടാണ് പിന്നെ നമ്മളെന്താക്കുന്നത്, ഈ ഒരു പിന്നെ നാമത്തെ നമ്മളിവിടെ, കാരണം അള്ളാഹുവിൻ്റെ വിധി അല്ലേ, ശരിക്കും അള്ളാഹുവിൻ്റെ വിധിയെയും അവൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിശേഷണത്തെയാണ് എന്താക്കുന്നത്, ഈ ഒരു നാമം അറിയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് അള്ളാഹു തആല അതിൻ്റെ സമ്പൂർണ്ണതയും മഹത്വത്തെയും അള്ളാഹു തആല അത് അറിയിക്കുന്നുണ്ട് അല്ലേ, മദ്ഹിനെ അത് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ഒരു നാമം നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ ഈ പറയുന്നതിനെ കൊണ്ട് എന്തില്ല, ആ ഒരു നാമം അസ്മാഉൽ ഹുസ്നയിൽ ചേർത്ത് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് അതിനോടാണ് കൂടുതൽ നമുക്ക് പിന്നെ യോജിക്കാൻ കഴിയുന്നത്. കാരണം ഈ 3 നാമങ്ങളും പഠിപ്പിച്ച ആ ഹദീസിൽ തന്നെയാണ് അൽ മുസഅർ എന്നുള്ള ഈ ഒരു നാമവും വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് സാഹചര്യത്തിലും ഭരണാധികാരിക്ക് ഈ ചരക്കുകളുടെ വില നിർണ്ണയിക്കാൻ പാടില്ല എന്നുള്ളതിനും ഈ ഹദീസ് തെളിവ് പിടിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ നമുക്കറിയാലോ, പിന്നെ ഇപ്പോൾ ഒരു സാധനം ലഭ്യത കുറവുണ്ടാകുമ്പോൾ അതിന് ആവശ്യക്കാരുണ്ടാകുമ്പോഴൊക്കെയാണ് വില വർദ്ധിക്കുന്നത് എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ പിന്നെ നമുക്ക് ചിലതിന് വില വർദ്ധിപ്പിക്കേണ്ടി വരും അല്ലേ, ഓരോന്നിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ട് വില കൂട്ടേണ്ടിയും കുറക്കേണ്ടിയും ഒക്കെ വരും. അപ്പം നമുക്ക് ഒരിക്കലും പിന്നെ എന്താക്കാൻ പാടില്ല, ചൂഷണം ചെയ്യുന്ന രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനം ഉണ്ടായിട്ടും വിപണിയിൽ ഇറക്കാതെ അതിന് ടൈറ്റാക്കും പല കച്ചവട തന്ത്രങ്ങൾ. പക്ഷെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് അതൊരു പിന്നെ തെറ്റാണ്, ഒരു ചൂഷണം ചെയ്യല്ല ജനങ്ങളെ അല്ലേ. സാധനം കയ്യിലുണ്ടായിട്ട് അത് വിപണിയിൽ ഇറക്കാതെ അതിന് ഒരു ആവശ്യക്കാർ കൂടി വരികയും അപ്പോൾ പിന്നെ സാധനം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അതിന് വില കൂട്ടും. എന്നിട്ട് അന്നേരം ആ സമയത്ത് അവരെന്താക്കും, അത് വിപണിയിൽ ഇറക്കും. അങ്ങനെ പിന്നെ വില കൂട്ടിയിട്ട് സാധനങ്ങൾക്ക് വില വർധനക്ക് കാരണമാക്കി തീരുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്താണ്, അത് തെറ്റാണ്. അല്ലാതെ നിലക്ക് ഇപ്പം എന്തെങ്കിലും ഇത് വരുമല്ലേ, വെള്ളപ്പൊക്കം പിന്നെ അല്ലെങ്കിൽ വരൾച്ച അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ ഈ ക്ഷാമം വരുന്നത്, ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം സംഭവിക്കുന്നത്.
അന്നേരം സ്വാഭാവികമായിട്ടും അത് വില വർദ്ധിക്കുന്നത് അതിൽ നമുക്ക് ഇതാക്കാൻ പാടില്ല. അല്ലാതെ പിന്നെ ആരെങ്കിലും ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ആ സമയത്ത് എന്താക്കാം, ഭരണാധികാരികൾക്ക് ഇടപെടാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഓരോരാളടുത്ത് കുറച്ച് വസ്തുക്കളുണ്ട്, പിന്നെ അത് മറ്റുള്ളവർ ആവശ്യക്കാരാണ്, അന്നേരം അയാൾ അത് കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കാതെ അയാൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമ്പോൾ ഭരണാധികാരികൾക്ക് എന്താക്കാം, ആ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ട് അത് പിന്നെ നിർബന്ധിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ പിന്നെ ചെയ്യുക. അതായത് ഇപ്പം പട്ടിണിയുടെ ഒരവസ്ഥയാണെന്ന് വിചാരിക്കാം നാട്ടിൽ. ഇപ്പോൾ ഒരാളടുത്ത് ധാരാളമായിട്ട് അവരടുത്ത് ഭക്ഷ്യവസ്തുക്കളുണ്ട്, പക്ഷെ അവരത് ആർക്കും കൊടുക്കുന്നില്ല, പിടിച്ചു വെച്ചിട്ടാണുള്ളത്. അന്നേരം അവിടെയൊക്കെ ഭരണാധികാരികൾക്ക് എന്താക്കാം, ഇടപെടാം, എന്നിട്ട് അത് പിന്നെ നിർബന്ധിച്ചിട്ട് കൊടുപ്പിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നാമത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ അതിൽ വർധനവുണ്ടാക്കുകയും അതിൻ്റെ വിലയും സ്ഥാനവും സ്വാധീനവും ഉയർത്തുകയും ചെയ്യുന്നവൻ എന്നാണ് അൽ മുസഅർ എന്നുള്ള ഈ ഒരു നാമം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ ഇത് വിശദീകരിക്കാനില്ല, അത് കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നാമത്തിലേക്ക് കടക്കാം. പറയുന്നത് ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽ ഹയ്യ് എന്നുള്ളതാണ്. ഹയ്യ്, ഹയാ എന്നുള്ള ആ ഒരു വിശേഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്ഥിരീകരിക്കുന്ന ഒരു നാമമാണെന്ത്, ഹയ്യ് അല്ലേ. അതായത് ലജ്ജ, ഹയാ ലജ്ജ അല്ലേ. പിന്നെ ലജ്ജ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മോശമായതും അർഹരുടെ അർഹതയിൽ കുറവ് വരുത്തുന്നതും വെടിയുവാൻ പ്രചോദനമാകുന്ന ഉത്തമ സ്വഭാവം. ഷെയ്ഖ് മുബാറക് പൂരി റഹ്മുല്ല പറയുന്നു, ഇതര വിശേഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കപ്പെടുന്നത് പോലെ അവനു അനുയോജ്യമായ നിലക്കാണ് അൽ ഹയാ എന്നതുകൊണ്ടും അവൻ വിശേഷിപ്പിക്കപ്പെടേണ്ടത്. അല്ല അത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവെന്നുള്ളതല്ലേ ഹയ്യ്. ഇത് ഹയ്യ് ഹയ്യ് ഹയാ എന്നുള്ള ലജ്ജ എന്നുള്ള ആ ഒരു പദത്തിൽ നിന്ന് വന്നതാണ്. അള്ളാഹു ഇതിൻ്റെ ആശയം എന്താന്ന് പറഞ്ഞാൽ, പിന്നെ അള്ളാഹു ഹയ്യാണ്. അതിനാൽ ദാസൻ പാപങ്ങൾ പരസ്യമാക്കുന്ന അവസരത്തിലും അവൻ തൻ്റെ ദാസനെ വഷളാക്കുകയില്ല എന്ന് മാത്രമല്ല, അവൻ തൻ്റെ മറ ദാസന്റെ മേൽ ഇടുന്നു. അപ്പോൾ അവൻ അസിത്തീറും പൊറുക്കുന്നവനുമാണ്. സിത്തീർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ നമുക്ക്, മറക്കുന്നവൻ അല്ലേ, മറ ഇട്ട് കൊടുക്കുന്നവൻ. അപ്പം അള്ളാഹു ലജ്ജിക്കുന്നവനാണെന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ പരസ്യമായിട്ട് പാപങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരുടെ പാപങ്ങൾ പോലും അല്ലാഹു തആല ചിലപ്പോൾ എന്താക്കുന്നുണ്ട്, അവിടെ വഷളാക്കാതെ അല്ലാഹു തആല അതിനെ മറച്ച് വെച്ചിട്ട് ആ ദാസന്റെ മേലെ മറയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ ഒരു നാമവും അള്ളാഹുവിൻ്റെ ഈ ഒരു നാമവും സുന്നത്തിലാണ് വന്നിട്ടുള്ളത്. സൽമാൻ അൽ ഫാരിസി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. നമ്മൾ പഠിച്ച ഒരു ഹദീസാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അത്യുന്നതനും അനുഗ്രഹപൂർണനുമാണ് അല്ലേ. അള്ളാഹു ഏറെ ലജ്ജയുള്ളവനാണ്. എന്താണ് അവിടെ പറയുന്നത്, തൻ്റെ അടിമ ഇരുകരങ്ങൾ അല്ലെ അള്ളാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ അവ രണ്ടും ശൂന്യമായി മടക്കുന്നതിൽ അവൻ ലജ്ജിക്കുന്നു. അതായത് ഒരടിമ അള്ളാഹുവിലേക്ക് ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും, ഉത്തരം ചെയ്യും എന്നുള്ളതാണ് അവിടെ അല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് ലജ്ജയുണ്ട്. ചോദിച്ചാൽ വെറും കൈയോടെ മടക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അതിൽ അള്ളാഹു ലജ്ജിക്കുന്നു. അപ്പം അതുകൊണ്ട്
ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആരും എന്താക്കണ്ട, ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ചോദിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു മടി വേണ്ട. ചോദിക്കുന്ന വിഷയത്തിൽ, അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു മടിയും വേണ്ട. കാരണം അള്ളാഹു പിന്നെ നമ്മൾ കൈകൾ ഉയർത്തിയാൽ അള്ളാഹു അത് വെറും കൈയോടെ മടക്കൂലെന്നാണ്. അത് നമുക്ക് ചിലപ്പോൾ അപ്പം തന്നെ തരും അല്ലേ, ചിലപ്പോൾ പിന്നീടായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് അള്ളാഹു തആല അതിലൂടെ നീക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് നാളെ അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലം തരിക അല്ലേ. സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് പറഞ്ഞാലും പറഞ്ഞാൽ നമുക്കത് അറിയാൻ കഴിയൂല, അത്രമാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന ദുആകൾക്കുള്ള ഉത്തരം ഇവിടെ നിന്ന് ലഭിക്കാതെ അള്ളാഹു തആല അത് നാളത്തെ പരലോകത്തേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് തരുമ്പോൾ പിന്നെ സഹാബാക്കൾക്ക് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം വിചാരിക്കും പോലും മനുഷ്യന്മാർ എൻ്റെ ഒരു ദുആ പോലും സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനേന്ന്. അത്രമാത്രം പ്രതിഫലമായിരിക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന കൈകളെ വെറുകയോടെ മടക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു. അതാ ഹയ്യൂൻ പറഞ്ഞ്. പിന്നെ മറ്റേത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, തുറന്ന സ്ഥലത്ത് പിന്നെ ഇങ്ങനെ മുണ്ടുടുക്കാതെ ഒരാൾ കുളിക്കുന്ന കണ്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നുണ്ടായിന്. എന്താണ്? ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സത്ര ഫഇദാ ഖതസല അഹദുക്കും യസ്തതിർ. അതായത് അള്ളാഹു ഏറെ ലജ്ജയുള്ളവനും സിത്തീറുമാകുന്നു. അല്ലെ, അള്ളാഹു മറയിടുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു ലജ്ജയും മറയും ഇഷ്ടപ്പെടുന്നു. നിങ്ങളിൽ ഒരാൾ കുളിക്കുകയായാൽ അവൻ മറ സ്വീകരിക്കട്ടെ. ഇപ്പം തുറന്ന സ്ഥലങ്ങളിൽ, ഇപ്പം കുളത്തിലോ പുഴയിലോ ഒക്കെ കുളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ അടുത്തില്ലേ അപ്പോൾ എന്താക്കണം? മറ സ്വീകരിക്കണം. അതായത് തോർത്തോ എന്തെങ്കിലും ഉടുത്ത് കുളിക്കണം. അല്ലാതെ ഇപ്പം നമ്മൾ ബാത്റൂമിൽ ഒറ്റക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവിടെയും മറ സ്വീകരിക്കുന്നത് നല്ലതാണ്. പിന്നെ അവിടെ കുഴപ്പമില്ല. തുറന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ അവിടെ മറ സ്വീകരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ഒരു ഹദീസിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അല്ലാഹു തആല മറയെ ലജ്ജയുള്ളവനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലജ്ജയും മറയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ലജ്ജാശീലമുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ എല്ലാവരും അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഉത്തമമായ ആ ഒരു സ്വഭാവത്തിൻ്റെ അല്ലെ, ലജ്ജയാകുന്ന ഉത്തമ സ്വഭാവത്തിൻ്റെ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലേ ഭയങ്കര ലജ്ജയാന്ന് പറയുന്നുണ്ട്. മണിയറയിൽ ഇരിക്കുന്ന കന്യകയെക്കാളും ലജ്ജാശീലമുള്ളവനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മളും സൂക്ഷ്മത പാലിക്കണം. ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾ, മറ്റുള്ളത് നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ല, മുസ്ലിം സ്ത്രീകളിൽ തന്നെ സുബ്ഹാനല്ലാഹ് അല്ലേ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, വേഷത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഒട്ടും ലജ്ജയില്ലാതായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഹയായിൻ്റെ വിഷയം പറയുന്നുണ്ട് കേട്ടോ. മൂസാ നബി അലൈഹി സ്വലാം ഏറെ ലജ്ജയുള്ളവനും സിത്തീറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലജ്ജ കാരണത്താൽ ശരീരത്തിൽ നിന്ന് യാതൊന്നും കാണപ്പെടുമായിരുന്നില്ല. ആ രൂപത്തിലാണ് അദ്ദേഹം വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലേ. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാന, ഈമാനിൻ്റെ ഒരു ശാഖയാണെന്ത്? ഹയാ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നത് അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജാശീലം നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. അപ്പം നമ്മൾ മനുഷ്യർ ലജ്ജയുള്ളവരാകണം, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലേ.
ഇന്നത്തെ സ്ത്രീകൾക്കാണ് എന്തില്ലാത്തത്, ഒരു ലജ്ജയും ഇല്ലാത്തത്. ആൾക്കാരുടെ ഇടയിൽ ഔറത്ത് പൂർണ്ണമായും മറക്കാതെ ഇറങ്ങുന്നതിന് ഒരു മടിയും ഇല്ല. അല്ലെ, ആരോട് എന്ത് എങ്ങനെ സംസാരിക്കുന്നതിന് ഒരു മടിയും ഇല്ല. എന്ത് ഇതിലും എല്ലാത്തിലും ഒരു എന്താ പറയുക, മോഡേണിസത്തിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. സത്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ സ്ത്രീകൾ വളരെയധികം സൂക്ഷ്മത പാലിക്കണം. നമ്മളെ മക്കളെ വിഷയത്തിൽ നമ്മൾ ആ ഒരു ഇത് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. ചെറുപ്രായത്തിലെ ഈ പിന്നെ ഔറത്ത് മറയുന്ന വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവരെ ശീലിപ്പിക്കണം. അല്ലെങ്കിൽ അവർക്കും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. ചെറിയ കുട്ടികളെ നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് ജീൻസും പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നടത്തിക്കും. അപ്പോൾ അവർക്ക് അതിനോടാണ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുക. അന്നേരം അവർ വലുതായാലും അവരങ്ങനെ തന്നെ നടക്കും. അവർക്ക് പിന്നെ മക്കനിടൽ പിന്നെ പർദ്ദയിടലൊക്കെ വലിയൊരു അസ്വസ്ഥതയാകും. പിന്നെ മാത്രമല്ല അവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അവരങ്ങനെ തന്നെ പോകാം. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ സംസ്കാരം നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് വളർത്തണം. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക കുട്ടികളല്ലേ, ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കണ്ട തോന്നിയ പോലത്തെ എല്ലാ ഡ്രസ്സും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അയക്കാൻ പാടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ നമ്മൾ സൂക്ഷിച്ചാലില്ലേ അതിൻ്റെ ഗുണങ്ങൾ നമ്മളെ മക്കൾക്ക് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ വിഷയത്തിലൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നത് നമ്മളെ മക്കളെ ഏറ്റവും നല്ല സംസ്കാരമുള്ള മക്കളാക്കി വളർത്താൻ നമ്മളത് സഹായിക്കും. ചെറിയ പ്രായത്തിൽ നമ്മൾ ഫുൾ കൈ ഡ്രസ്സും പിന്നെ കാലും എല്ലാം മറയുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാലില്ലേ പിന്നെ കുട്ടികൾക്ക് കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് തോന്നൂല എന്ത് കൈയെല്ലാം കാണുന്ന വിധത്തിൽ ഡ്രസ്സ് ഇടാനൊന്നും അവർക്ക് തോന്നൂല. അതൊക്കെ അവർക്കൊരു തുണി എടുക്കാത്ത പോലെ അവർക്ക് ഫീലാവും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ അത്തരം നല്ല ശീലങ്ങൾ നമ്മളെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കണം. ആൺകുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. പിന്നെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ വേഷത്തിൻ്റെ കാര്യത്തിലെല്ലാം നമുക്ക് ഏറ്റവും സൂക്ഷ്മതയോടു കൂടി നമ്മളെ മക്കളെ വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ലേ ചെറിയ പ്രായത്തിലാണ്. ഏറ്റവും ചെറിയ പ്രായത്തിലാണ് നമ്മളെല്ലാ സംസ്കാരവും നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ പ്രായത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് വലുതാകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഒരു പ്രായത്തിൻ്റെ ഒരു കളിയെല്ലാം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ എന്നാലും അവർക്ക് നമ്മൾ ആദ്യം പകർന്നു കൊടുത്ത ആ ഒരു നന്മയിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. നമ്മളെ മക്കളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എല്ലാവരെയും തന്നെ. പിന്നെ മുമ്പ് കാലങ്ങളിലൊക്കെ സ്ത്രീകൾ പണ്ടൊക്കെ പർദ്ദ എന്ന് പറയുന്നത് അപൂർവമായിരുന്നു. പ്രായം ചെന്ന സ്ത്രീകളാണ് പർദ്ദ ഇടാറുള്ളത് അല്ലേ. ബാക്കി എല്ലാവരും കൂടുതലും ആദ്യം സമയം എന്ന് വെച്ചാൽ സാരി ആയിരുന്നു. സാരി എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് 5 മീറ്റർ നീളമുള്ള തുണിയാണെങ്കിലും അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കാണേണ്ടതൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. മാറിടങ്ങളും ബാക്കിൽ പുറഭാഗവും വയറും പിന്നെ എല്ലാം നല്ല ഷേപ്പിൽ കാണുകയും എല്ലാം പുറത്തേക്ക് എന്തേലും ഒരു ഉദാഹരണം പറഞ്ഞാൽ തേക്കിൻ്റെ ഇലയിൽ ഇറച്ചി പൊതിഞ്ഞ പോലെ അങ്ങനെ എന്തോ പറയലുണ്ട്. അങ്ങനെയായിരുന്നു അന്നത്തെ സാരികൾ അല്ലേ. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്നെല്ലാം ഇന്ന് മാറി അൽഹംദുലില്ലാഹ് പർദ്ദയിലേക്ക് ഭൂരിപക്ഷം ആളുകളും പർദ്ദയിലേക്ക് വന്ന് പിന്നെ സാരി എന്നുള്ളത് ഒഴിവായി ചുരിദാറും പിന്നെ ഗൗണും ഒക്കെ ആയി മാറി. പക്ഷേ അങ്ങനെയൊക്കെ ആയി മാറി അതെല്ലാം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും മറയുന്നുണ്ടെങ്കിൽ പോലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തുടിച്ച് കാണുന്ന രീതിയിലായി മാറിയല്ലേ. അല്ലാഹു അക്ബർ. കാരണം പർദ്ദ പോലും ഇന്ന് വളരെ അട്രാക്ഷനായിട്ടുള്ള പർദ്ദ അല്ലേ. ഉള്ളിലുള്ളത് മുഴുവനും കാണുന്ന രീതിയിലുള്ള പർദ്ദകളൊക്കെ ധരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തിനാ നമ്മൾ പർദ്ദ ധരിക്കാൻ പറഞ്ഞതിലെ. സ്ത്രീകളെന്ന് വെച്ചാൽ ആകെ മൂടുന്ന ഒരു വസ്ത്രമാണ് ശരിക്കും വേണ്ടത്. ഒന്നും അവരുടെ ശരീരഭാഗത്തിൻ്റെ ഒന്നും പുറത്തേക്ക് വെളിവാകാത്ത രീതിയിലുള്ള ഒരു വസ്ത്രമാണ് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ധരിക്കേണ്ടത്. പക്ഷേ അത് കറുപ്പ് തന്നെ ആണോയെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്നെന്താ പിന്നെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും കൂർപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള രീതിയിൽ ടൈറ്റാക്കി ഷേപ്പാക്കി അല്ലേ. അങ്ങനെയാണ് പിന്നെ പുറത്തിറങ്ങുന്നത്. അല്ലാഹു അക്ബർ. അല്ലാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമുക്ക് അണിഞ്ഞൊരുങ്ങി പുറത്തു പോകാനൊക്കെ ഇഷ്ടം തന്നെയായിരിക്കും. പക്ഷെ അത് നമ്മളിൽ നിന്ന് വിലക്കിയൊരു കാര്യമാണ് അല്ലേ. നമുക്ക് പാടില്ലാത്ത വിഷയമാണത്. നമ്മളോട് അല്ലാഹു തആല
നമ്മളെ അലങ്കാരങ്ങൾ, സീനത്ത് വെളിവാക്കാൻ പാടില്ല, അത് നമ്മളിൽ നിന്ന് മറച്ചു വെക്കാൻ പറഞ്ഞതാ. പക്ഷേ ഇന്ന് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ തോന്നിയവാസികളായിട്ട് ആൾക്കാർ ജീവിക്കുകയെന്നല്ലേ. അതിനണക്കത്തെ ഡ്രസ്സും. അള്ളാഹു എല്ലാവർക്കും സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം ഈമാനിൻ്റെ ഭാഗമാണ് ഹയാ, ലജ്ജ. ലജ്ജ നമുക്കുണ്ടാവണം. ലജ്ജ കൊണ്ട് നമുക്കൊരിക്കലും ഹൈറല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് സൂക്ഷ്മത പാലിക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ കഴിയണം. രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ. അവൻ്റെ മുമ്പിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലജ്ജ ഉണ്ടാകേണ്ടത്. അതായത് ഏത് വിഷയത്തിലെന്നറിയാം. ഇപ്പം ഇത് വസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരു ഹദീസിൽ പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയും, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിക്കുക. അപ്പോൾ പിന്നെ അവർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ ലജ്ജിക്കുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. എന്താണ്? എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള യഥാവിധത്തിലുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ താങ്കൾ താങ്കളുടെ തലയും തല ഉൾക്കൊള്ളുന്ന അവയവങ്ങളും വയറും അതടങ്ങിയ അവയവങ്ങളും സംരക്ഷിക്കലാണ്. തലയും തല ഉൾക്കൊണ്ട അവയവങ്ങളും വയറും അതടങ്ങിയ അവയവങ്ങളും സംരക്ഷിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ മൊത്തത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ താങ്കൾ മരണത്തെയും നാശത്തെയും ഓർക്കണം. വല്ലവനും പരലോകത്തെ ഉദ്ദേശിച്ചാൽ അവൻ ഭൗതിക ലോകത്തെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വല്ലവനും ഇപ്രകാരം പ്രവർത്തിച്ചാൽ അള്ളാഹുവിൽ നിന്ന് യഥാവിധത്തിൽ അവൻ ലജ്ജിച്ചു. അല്ലെ, നമ്മൾ ശരിക്കും ഈ അണിഞ്ഞൊരുങ്ങലും ഇതൊക്കെ ഈ ദുനിയാവിൻ്റെ കാര്യത്തിലല്ലേ അല്ലേ? ശരിക്കും എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. പിന്നെ നമ്മളൊരു നല്ല നല്ല വസ്ത്രം ധരിക്കുക. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമല്ല. നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരെ സാന്നിധ്യമുള്ളിടത്ത് നമ്മൾ എന്താക്കണം? പൂർണ്ണമായും ഹിജാബിലായിരിക്കണം എന്നുള്ളത് നിർബന്ധം. അത് നിർബന്ധം. സ്വന്തം വീട്ടിൽ കല്യാണമാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചർ, ഇപ്പൊ അന്യപുരുഷന്മാരായ ഒരു കാര്യം പറഞ്ഞോട്ട് ഞാൻ പറയാന്നേ. ഇപ്പൊ നമ്മള് കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ സാധാരണ സാറ്റർഡേ ആണ് ആണുങ്ങൾക്ക് ഉണ്ടാവെങ്കിലും സൺഡേ ചില ആണുങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു കല്യാണത്തിന് പോയപ്പോ അവിടുന്ന് ആണുങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പെണ്ണുങ്ങളും കയറിയിരുന്ന് കഴിക്കും. പണ്ടെല്ലാം ആകുമ്പോ നമുക്ക് ആ ഒരു ലജ്ജ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില് എല്ലാവർക്കും കോമൺ ആയപോലെ അതിനെന്താ ആണുങ്ങൾ അവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നൂടെ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്ന അവരുണ്ട്. നമുക്ക് ആ ഒരു മടി ഉണ്ടാവില്ല, എന്തായാലും ആണുങ്ങളെ മുമ്പിലൊക്കെ ഫുഡെല്ലാം കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോ നമ്മളെല്ലാം ഒരു അന്യഗ്രഹത്തിലെ ജീവികളെ നോക്കുന്ന പോലെയാണ് അവരെല്ലാം നോക്കണം. അത് നിങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ. അതന്നെ, ഇത് ഇന്നിപ്പോ ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം അതിനൊന്നും ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർന്ന്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരമാവധി സൂക്ഷ്മത പുലർത്താന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവരെയും മാറ്റാൻ കഴിയില്ലല്ലോ. നമ്മളെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. പറയാൻ പറ്റുന്നിടത്ത് നമുക്ക് പറയാം, പ്രതികരിക്കാം. അതന്നെ, എല്ലാവരും എന്താ പറയുക, ഈ വിഷയത്തിലൊക്കെ ഭയങ്കര അള്ളാഹു സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ മിംഗ്ലിംഗ് എല്ലാം ശരിക്കും പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോയില്ലേ, വീട്ടിൽ നിന്ന് അടിയും പോവണ്ടെന്ന് തന്നെ തോന്നിപ്പോന്നു. സ്വന്തം അടുത്ത കുടുംബത്തിൽ കല്യാണം ആയാൽ പോലും പിന്നെ പങ്കെടുക്കണ്ടെന്നെല്ലാം തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മളെ അവസ്ഥ. ശരിക്കും നമ്മൾ വിചാരിക്കും അതിലെന്താ കുഴപ്പമില്ലേ, അതിനെന്താണെന്ന് ചിന്തിക്കും. പക്ഷേ ശരിക്കും ഇസ്ലാമിക വശങ്ങൾ, അതിൻ്റെ വശങ്ങൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം തെറ്റ് തന്നെയാണ്. അത്രയും
അത്രയും സൂക്ഷ്മത ഇന്ന് ആർക്കും ഇല്ല എന്ന് തന്നെ പറയാം. എന്തിനു പറയാ, നമ്മൾ ഇപ്പം ഒരുപാട് പ്രസ്ഥാനങ്ങൾ ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടല്ലോ പ്രവർത്തിക്കുന്ന ദീനി മേഖലകളിൽ. അവരുടെ ഒരു സമ്മേളനങ്ങളിൽ പോലും ഈ സ്ത്രീ പുരുഷ ഇടകലരലും ആൾക്കാർ ഒന്നിച്ചിരിക്കലും പിന്നെ ഭക്ഷണം കഴിക്കലും അതിൽ പോലും കാണുന്നുണ്ട്. പിന്നെ കല്യാണ വീടുകളിൽ പിന്നെ അവിടെ അങ്ങനെ കാണുന്നതിൽ വലിയ അതിശയോക്തി ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ദഅ്വാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പോലും ആ വിഷയത്തിൽ ഒരു പിന്നെ മാറി നിൽക്കുന്നില്ല. എല്ലാവരും ഒന്നിച്ച് ഒരു ടേബിളിൽ ഇരുന്നിട്ട് പുരുഷന്മാർ സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, പിന്നെ ഒന്നിനും ഒരു കുഴപ്പവും ഇല്ലല്ലോ. അപ്പോൾ അവിടെ എല്ലാവർക്കും ന്യായങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളറിഞ്ഞ അറിവ് നമുക്ക് സൂക്ഷ്മത എത്രത്തോളം പാലിക്കാൻ കഴിയും അത്രയും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് അവിടെ. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഹിജാബ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെ നമുക്കത് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമ്മളെ പിന്നെ പൂർണ്ണമായ ഹിജാബോട് കൂടിയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. എന്നാലും ഇങ്ങനെ ഇടപഴകുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു തആല ഏറ്റവും സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്നത്തെ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഒരു യഥാർത്ഥ ഇസ്ലാമിൻ്റെ എല്ലാ ചട്ടങ്ങളും പിന്നെ വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം, ദുആ ചെയ്യുക, അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹു എളുപ്പം നൽകട്ടെ. ആമീൻ. അടുത്ത നാമം പറയുന്നത് കൂടി പറയാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അടുത്തത് അൽ ജവാദ് എന്നുള്ള നാമം. അത്യുദാരൻ എന്നാണ് അൽ ജവാദ് എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം. ഔദാര്യം നമുക്കറിയാം അല്ലേ, ജൂദ്. അതിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് എന്ത്, അൽ ജവാദ് എന്നുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ നൂനിയ അതിലാണ് ഈ ഒരു വരികളുടെ ആശയം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ജവാദാണ്. അവൻ്റെ ജൂദ് ഔദാര്യമായും നന്മയായും ഉണ്മയുടെ ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അവൻ ജവാദാണ്. അതിനാൽ ചോദിക്കുന്നവനെ അവൻ നിരാശപ്പെടുത്തുകയില്ല. ചോദിക്കുന്നവൻ അവിശ്വാസികളിൽ പെട്ടവനാണെങ്കിലും ശരി. ചോദിക്കുന്ന ആളെ അല്ലാഹു തആല നിരാശപ്പെടുത്തൂല. അത് വിശ്വാസികൾ ചോദിച്ചാൽ മാത്രമല്ല, അല്ലാഹു തആല ചോദിക്കുന്നത് അവിശ്വാസിയാണെങ്കിലും അല്ലാഹു തആല നൽകും. അത്രമാത്രം അല്ലാഹു തആല എന്താണ്, ഔദാര്യമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ. ഒരിക്കലും അല്ലാഹു തആല ചോദിക്കുന്നവരെ നിരാശപ്പെടുത്തൂല എന്നാണ് പറയുന്നത്. ഹദീസിലാണ് ഈ ഒരു നാമം വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നതെന്നറിയോ, ഇന്നല്ലാഹ ജവാദുൻ യുഹിബ്ബുൽ ജൂദ് വയുഹിബ്ബുൽ മആലിൽ അഖ്ലാഖ് വയക്റഹുൽ സഫ്സാഫഹ. എന്താ പറഞ്ഞാൽ അള്ളാഹു ജവാദാണ്, അവൻ ഔദാര്യത്തെ ഇഷ്ടപ്പെടും. അള്ളാഹു ഔദാര്യവാനാണ്, അവൻ ഔദാര്യത്തെ ഇഷ്ടപ്പെടുന്നു. സ്വഭാവങ്ങളിൽ ഉന്നതമായത് അവൻ ഇഷ്ടപ്പെടുന്നു. സ്വഭാവങ്ങളിൽ ഉന്നതമായത് അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ സ്വഭാവങ്ങളിൽ അധമമായതിനെ അവൻ വെറുക്കുന്നു. അപ്പം മുഴുവൻ ഔദാര്യവും അള്ളാഹുവിന് മാത്രം അല്ലേ. അള്ളാഹുവിൻ്റെ ഔദാര്യമാണെങ്കിലോ അത് എല്ലാവർക്കും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എത്രയാണ് എന്നുള്ളത് നമുക്ക് കണക്കില്ല അല്ലേ. അള്ളാഹു തആല എത്ര നൽകിയാലും അള്ളാഹിൻ്റെ അടുത്തുള്ളതോ ഒന്നും കുറഞ്ഞു പോവുകയും ചെയ്യില്ല. അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞതാന്ന് പറയുന്നത്. യദുല്ലാഹി മൽഅ ലാ തഗീലുഹാ നഫഖത്തുൻ സഹാഉൽ ലൈല വന്നഹാർ. അള്ളാഹുവിൻ്റെ കരങ്ങൾ അത് നിറഞ്ഞതാണ്. അത് അള്ളാഹ് എത്ര രാപ്പകലില്ലാതെ ഔദാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലേ. രാത്രി പകലെന്ന് വ്യത്യാസമില്ലാതെ നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എന്നാൽ എത്ര നൽകിയാലും എന്താകൂല, അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് അത് കുറയൂല. സുബ്ഹാനല്ലാഹ് അല്ലേ. അള്ളാഹു
ഈ ലോകം അല്ലെ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ അല്ലാഹു തആല ചെലവഴിക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടാ? കൂടെ ചെയ്തിട്ടുള്ളൂ അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞതാണ്. അത് ചെലവഴിക്കുന്നതിനെ കൊണ്ട് ഒരു കുറവും വരില്ല. രാവും പകലും വ്യത്യാസമില്ലാതെ അല്ലാഹു തആല നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ കാലം മുതൽ അല്ലാഹു തആല ചെലവഴിക്കുന്നു. എന്നിട്ടോ അതിൽ ഒരു കുറവും വന്നിട്ടില്ല. പിന്നെന്താന്ന് വെച്ചാൽ ചോദിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നവനാണ് അല്ലാഹു തആല. അതാണ് അൽ ജവാദ്. നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ അല്ലേ, പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കനിയുന്നവനാണ് ആര്? അൽ ജവാദായ അല്ലാഹു തആല. അത് മാത്രല്ല, ചോദിക്കാതെ നമ്മളെ ആവശ്യം കണ്ടിട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചില കാര്യങ്ങളില്ലേ, നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടാവും, അതുണ്ടാവും നമുക്ക് അല്ലാഹ് എത്തിച്ചേരുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ആശ്ചര്യം തോന്നലില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ? നമ്മൾ മനസ്സിലിങ്ങനെ കരുതിയിട്ടേ ഉണ്ടാവും, പക്ഷെ അത് എത്തിച്ചു തന്നിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതാണ് അൽ ജവാദായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു ആണെങ്കിലോ, അള്ളാഹു ജവാദ് അല്ലേ, ഔദാര്യവാനാണ്. അള്ളാഹു ഔദാര്യം ചെയ്യുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഔദാര്യവാന്മാരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്വഭാവമാക്കി നമ്മൾ മാറ്റണം ഈ ഉദാര മനസ്കത. അതായത് എങ്ങനെ, ഇപ്പൊ അള്ളാഹു തആല ആഗ്രഹിച്ചവർക്ക്, പ്രതീക്ഷിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടി നൽകുന്നു. ചോദിച്ച ആൾക്ക് ചോദിച്ചതിനേക്കാളും കൊടുക്കുന്നു. ചോദിക്കുന്നതിന് മുമ്പേ തന്നെ കൊടുക്കുന്നു. ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്കും ഉണ്ടാക്കിക്കൂടെ? നമ്മളെ ചുറ്റിലുമുള്ള ആളുകൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവും പലതും അല്ലേ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൊടുക്കണം. ഇപ്പം സ്നേഹം നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത്. നമ്മളെ കൂടെയുള്ളവരോട്, നമ്മളെ ഭർത്താവിനോട്, നമ്മളെ മാതാപിതാക്കളോട്, നമ്മളെ മക്കളോട്, നമ്മളെ സുഹൃത്തുക്കളോട് എല്ലാം നമുക്ക് എന്താക്കാം, നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സ്നേഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതല്ല അല്ലേ സ്നേഹം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ ചൊരിഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ ഭാര്യമാരിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ചില ഭർത്താക്കന്മാർ പറയും, ചോദിച്ച് മേടിക്കും. ചില ഭർത്താക്കന്മാരോ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും, എൻ്റെ ഭാര്യ എൻ്റെ പ്രതീക്ഷക്കൊത്ത് എത്തുന്നില്ലാലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയല്ല അല്ലേ, അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ അങ്ങനെ ഔദാര്യം എന്ന് പറയുമ്പോൾ വെറും നമ്മൾ ഈ ദാനധർമ്മങ്ങൾ മാത്രമല്ല. നമ്മളിൽ നിന്ന് നമ്മളെ ചുറ്റിലുമുള്ള ആൾക്കാർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പല കാര്യങ്ങളിൽ നമുക്ക് കഴിയും അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പം നമ്മളെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, പലരെയും അല്ലേ. എല്ലാവരും സ്നേഹം, ഇഷ്ടം എന്നുള്ളത് ആഗ്രഹിക്കാത്ത അല്ലേ, സ്നേഹത്തോടെയുള്ള വാക്കുകൾ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും, പലരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്രതീക്ഷക്കൊത്ത് നമ്മൾ ആകാൻ, അതൊക്കെ ഉദാര മനസ്കതയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ, പലരും ഉണ്ടാവും, നമ്മളെ ചുറ്റിലുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആഗ്രഹം കണ്ടറിഞ്ഞിട്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതൊക്കെയാണ് ഔദാര്യം എന്ന് പറയുന്നത്. ചിലതൊക്കെ നമ്മൾ അറിയുന്നു, അവരാവശ്യക്കാരാണ്, അവർക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്താക്കണം, അവർ ചോദിക്കുന്നില്ല, പക്ഷെ ചോദിക്കാതെ തന്നെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അങ്ങോട്ട് ചോദിച്ച് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ഔദാര്യം അല്ലേ, സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ?
അള്ളാഹുവിൻ്റെ പല നാമങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം ഒരു പരിധിവരെ നമ്മളിലേക്ക് നമുക്ക് ആ പറഞ്ഞ ഗുണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. ശരിക്കും അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും തുടക്കം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോ ഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയൊക്കെ അള്ളാഹു തആല ആ വിശേഷണങ്ങളുള്ള വ്യക്തികൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിട്ട് നല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ഉയരാൻ അള്ളാഹുവിലേക്ക് നമുക്ക് ഏറ്റവും നല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കുക. അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. അപ്പം ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വ അജ്വദൻ നാസി വ അഷ്ജഅൻ നാസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരുന്നു, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു, ജനങ്ങളിൽ ഏറ്റവും ധീരനുമായിരുന്നു. ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഔദാര്യവാനായിരുന്നത് റമളാനിലായിരുന്നു എന്ന് പറയുന്നു. റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്ന അവസരത്തിലായിരുന്നു. ഒരു മിനിറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഔദാര്യവാനായിരുന്നത് റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്ന അവസരത്തിലായിരുന്നു എന്ന് പറയുന്നത്. അതായത് റമളാനിലെ എല്ലാ രാവുകളിലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോട് ഖുർആൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയും. അപ്പം അതുപോലെ കാറ്റിനേക്കാൾ തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ കൊണ്ട് അയക്കപ്പെട്ട കാറ്റിനേക്കാൾ ഏറ്റവും ഔദാര്യവാനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ഔദാര്യം ചെയ്യാൻ സാധിച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമായിട്ട് മാറും. അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരിക്കലും റിയാഇന് വേണ്ടിയിട്ട് അല്ലേ, ലോകമാന്യതക്ക് വേണ്ടിയിട്ട് ആൾക്കാർ കണ്ടിട്ട് നല്ലത് പറയാൻ വേണ്ടിയിട്ട് പേര് കിട്ടാൻ വേണ്ടിയിട്ട് ആകാൻ പാടില്ല. അങ്ങനെ ആകാൻ പാടില്ല. അത് അള്ളാഹു ഏറെ വെറുക്കുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല കടുത്ത വിചാരണ നേരിടേണ്ടി വരികയും ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിങ്കൽ നിന്നുള്ള തൃപ്തിയും പ്രീതിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവുമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിലേക്ക് നമുക്ക് എങ്ങനെ അടുക്കാം, അല്ലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ചിന്തയിൽ ഉണ്ടാകേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, നമ്മളെ കർമ്മങ്ങളെ നമുക്ക് നന്നാക്കാനും സാധിക്കണം. അൽഹംദുലില്ലാ അല്ലേ, അൽഹംദുലില്ലാ അള്ളാഹു കർമ്മങ്ങൾ ഏറ്റവും നന്നാക്കാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമളാനിനെ വരവേൽക്കാൻ എല്ലാവരും നമ്മൾ മാനസികവും ശാരീരികവുമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും ഏറ്റവും നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ റമളാനിനെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റജബ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഓർമ്മപ്പെടുത്തലുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. ഇപ്പം അൽഹംദുലില്ലാ നിങ്ങൾ ഓരോരുത്തരും കർമ്മങ്ങളെ നന്നാക്കാൻ തുടങ്ങിയോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ ഏറ്റവും ഭംഗിയുള്ള വിത്തുകളാക്കി പാകാൻ തുടങ്ങിയോ? പുണ്യ റമളാനിലേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് ഓതി തുടങ്ങിയോ? ഹിഫ്ല് ചെയ്ത ഭാഗങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്ത് തുടങ്ങിയോ? എല്ലാ ദിവസവും നമ്മൾ കുറച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നവരാണല്ലോ. എന്നാൽ റമളാനിലേക്ക് വേണ്ടി കുറച്ചധികം ഖുർആനിൻ്റെ പാരായണത്തെ അധികരിപ്പിച്ചോ? ഓരോരോ തീരുമാനങ്ങൾ നമ്മൾ നന്നാക്കി കൊണ്ടുവരണം അല്ലേ. അള്ളാഹു എല്ലാവർക്കും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് അന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പണ്ടേ നമ്മൾ പറഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് വിട്ടുപോകരുത് കേട്ടോ. അതായത് പിന്നെ ഇപ്പം സൂറത്തുൽ ഇഖ്ലാസ് സിമ്പിളാണ് അല്ലേ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഖുർആനിലെ 1/3 അത്രയും തുല്യമായ പ്രതിഫലം കിട്ടുന്ന ആ സൂറത്തുൽ ഇഖ്ലാസ്, അതിൻ്റെ പാരായണം, അത് നമ്മൾ ഓതുമ്പോൾ ആ നിയത്ത് ആഗ്രഹിച്ച് പിന്നെ അത് 3 തവണ ഓതുമ്പോൾ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം, അല്ലെ ഒരു 10 തവണ ഓതുമ്പോൾ സ്വർഗത്തിലൊരു വീട് കൊട്ടാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആരെങ്കിലും വിട്ടുപോയോ? അതൊക്കെ നിങ്ങൾ മറക്കാതെ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരുപാട് ദിക്റുകളുടെ മഹത്വങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി അല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദി ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ സമുദ്രത്തിൽ നുരയോളം പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവന് പുറത്തു കൊടുക്കും അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒരു സുബ്ഹാനല്ലാൻ്റെയും ഒരു 100 സുബ്ഹാനല്ലാഹ്, 100 അല്ലാഹു അക്ബർ, 100 അൽഹംദുലില്ലാ, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ ചൊല്ലുന്നതിന് ഓരോന്നിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 4ഉം കൂടി ഒരുമിച്ച് ചൊല്ലുമ്പോൾ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓർത്തുകൊണ്ട് ചെയ്യുന്ന ദിക്റുകളെ നല്ല കനമുള്ള ദിക്റുകളാക്കി അള്ളാഹുവിലേക്ക് നമ്മളെ കർമ്മങ്ങളെ ഉയർത്താൻ ഓരോരുത്തരും ഏറ്റവും നല്ല രീതിയിൽ സജ്ജമാകുക. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലേ, അള്ളാഹുവിലേക്ക് നമ്മൾ ആ ഒരു ദിക്റ്, അത് മാത്രമല്ല അതിന് 10 പ്രതിഫലം, അത് 100 തവണ ചൊല്ലിയാൽ 1000 പ്രതിഫലം, 1000 തിന്മകൾ മായ്ക്കപ്പെടും, 1000 ദറജകൾ ഉയർത്തപ്പെടും. ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ളത് സ്വർഗത്തിൽ ഒരു ചെടി നടുന്നതിന് തുല്യാണല്ലേ. അപ്പം എത്ര ചെടികൾ നമുക്ക് നടാം. നമ്മളെ തോട്ടങ്ങൾ അരുവികൾ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പണിയെടുക്കുന്നതിനനുസരിച്ചാണ് അല്ലാഹു തആല നമുക്ക് നാളെ അവിടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നമുക്ക് എത്തിച്ചു തരിക. അപ്പം അതുകൊണ്ട് നല്ലപോലെ പണിയെടുക്കുക, ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങൾ, ഒന്നിങ്ങനെ നന്നാക്കണം എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ വരുന്നൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തന്നെ. നമ്മൾ അൽഹംദുലില്ലാഹ് ഹിഫ്ള് ചെയ്യുന്നവരായത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയാണല്ലോ കൂടുതൽ സമയം നമ്മൾ പാരായണം മെനക്കിടുന്നത്. അപ്പം ഖത്തമിൻ്റെ കാര്യത്തിലൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഖത്തം ഓതാൻ തുടങ്ങുക. ഹിഫ്ള് പഠിക്കാന്ന്, ഹിഫ്ളിൻ്റെ ഭാഗങ്ങൾ ആവർത്തിച്ച് ഓതുന്നു, അത് നിസ്കാരത്തിൽ ഓതുന്നു, അതെല്ലാം പ്രതിഫലമുള്ള കാര്യം തന്നെ. അതിൻ്റെ കൂടെ ഒരു കുറച്ച് സമയം നമ്മൾ എന്താക്കുക, ഇതിനു വേണ്ടി അല്പം സമയം ഇപ്പോഴേ അതൊന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ നേരത്തെ തഹജ്ജുദിനൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കും, അങ്ങനെ അല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കൊന്നും വളരെ നേരത്തൊന്നും എഴുന്നേൽക്കാൻ എനിക്കൊന്നും പറ്റാറേ ഇല്ല. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, ഇപ്പം നമ്മൾ പെട്ടെന്ന് അല്ലേ നോമ്പാവുമ്പോൾ നമ്മൾ രാത്രി നമസ്കാരങ്ങളൊക്കെ അധികരിപ്പിക്കാനും എന്നാൽ പകലിലെ ആവശ്യത്തിന് നമുക്ക് എല്ലാം വേണം അല്ലേ. അപ്പം നമ്മളെ ഉറക്കത്തെ കുറച്ച് കൊണ്ടുവരാൻ, നമ്മളെ ശരീരം അതിന് പാകപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെയുള്ള ഉറക്കം ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയുള്ള എൻ്റെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ട് കുറച്ച് നല്ലോണം നേരത്തെ എഴുന്നേൽക്കാൻ ഉള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്ത്. അതുപോലെ നിങ്ങളും ആ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. രാത്രിയിൽ ഈ നേരത്തെ ഈ ഒരു 9-9:30 ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഉറങ്ങിയാലില്ലേ, നമുക്ക് വേണ്ട നല്ല എനർജി കിട്ടുമെന്നാണ് പറയും. നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ എനർജിയും നേരത്തെ ഉറങ്ങിയാൽ നമുക്ക് ഭയങ്കര ക്ഷീണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പം നേരത്തെ ഉറങ്ങുക, എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കാം. അത് നല്ലൊരു ശീലമാണ്. പ്രത്യേകിച്ച് രാത്രിയുടെ അവസാന സമയം അന്ത്യയാമം അല്ലെ, അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് ഇറങ്ങി വന്ന് എന്താണ് നീ ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ഉത്തരം തരാം എന്ന് പറഞ്ഞ വളരെ പ്രാർത്ഥനയ്ക്ക് അത്രയും സ്വീകാര്യതയുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു സമയം നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് പറയാം അല്ലെ, ദുആ ചെയ്യുക, ഖുർആൻ ഓതി നിസ്കരിക്കുക, പ്രാർത്ഥിക്കാം, ദിക്ർ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചെയ്യാം, പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, പലതിനും നമുക്ക് ആ സമയത്തെ ഉപയോഗപ്പെടുത്താം. അപ്പം അതുകൊണ്ട് ആ ഒരു സമയം കുറച്ച് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കാൻ എല്ലാവർക്കും അല്ലാഹു അതിനുള്ള തൗഫീഖ്, നല്ല പ്ലാനിങ് ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി തരട്ടെ.
ഇതുപോലെ പല തീരുമാനങ്ങളും പലരും എടുക്കുന്നുണ്ടാവും. സുന്നത്തെല്ലാം ചെയ്യാത്ത ആൾക്കാരെല്ലാം സുന്നത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ പുലർത്തുക. അതുപോലെ ദിക്റുകൾ എണ്ണം പൂർത്തിയാക്കി ചെയ്യാത്തവർ ആ കാര്യത്തിലും ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പോഴേ എല്ലാത്തിനും നല്ല പരിശീലനം വേണം. അല്ലാണ്ട് നോമ്പായിട്ട് നോമ്പാകുമ്പോഴത്തേക്കല്ലേ അല്ലേ നോമ്പിന് ചെയ്യാം അങ്ങനെ വിചാരിക്കണ്ട. ഇത് നമുക്ക് എല്ലായ്പ്പോഴും വേണ്ടതാണ് അല്ലേ, എല്ലാ കാലത്തും നമുക്ക് വേണ്ടതാണ്. നോമ്പ് വരെ നമുക്ക് ആയുസ് അല്ലാഹ് തരുമോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതിൻ്റെ പരിശ്രമം തുടങ്ങിയാലുണ്ടല്ലോ, നമ്മൾ ഇൻ കേസ് അല്ലാഹ് നേരത്തെ നമ്മളെ വിളിച്ച് നമ്മൾ പോകേണ്ടി വന്നാൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ്. കാരണം അല്ലെ അല്ലാഹ് പറയും, ഇവളെ എൻ്റെ ഈ അടിമ ഓള് നോമ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തുടങ്ങി പരിശ്രമം, അപ്പോൾ അതിൻ്റെ കൂലി അല്ലാഹു തആല നമുക്ക് തരും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതുപോലെ ഖുർആനിൻ്റെ പഠനം ഒരായത്തായിട്ട് പഠിച്ചു തുടങ്ങുക, ആയത്തുകൾ റിപ്പീറ്റ് ഓതുക, അങ്ങനെ റിവൈസ് ചെയ്തിട്ട് ഖുർആനിൻ്റെ ഹിഫ്ലിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുക, തഫ്സീറിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് ശ്രദ്ധ പുലർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് എനിക്കതൊന്നും കൂടി നന്നാക്കണം, ആ വിഷയത്തിൽ എനിക്കൊന്നും കൂടി കുറച്ചും കൂടി പിന്നെ ശ്രദ്ധ പുലർത്തണം എന്ന് തോന്നുന്നവർ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇവിടെ അത് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ, ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ചിന്തകൾ. അത് മറ്റുള്ളവർക്കത് ഉപകാരപ്പെട്ടാലോ. അപ്പം നല്ല നല്ല വിത്തുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുക, എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവരും നല്ല വിത്തുകൾ പാകട്ടെ, എല്ലാവരും നല്ല വിളവുകൾ കൊയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങളാക്കി തരട്ടെ. അള്ളാഹു കരുണ ചൊരിയുന്ന ഔദാര്യം ചെയ്യുന്ന സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽ ജവാദായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മളേറെ അറിയാനും നമ്മൾ ആ ഉദാര്യവാനായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഉദാര മനസ്കതയുള്ള ആളുകളായി മാറാനും പരിശ്രമിക്കുക. അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹു ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അവൻ്റെ സ്വർഗത്തിലേക്ക് അതിവേഗതയിൽ പ്രവേശിപ്പിക്കുന്ന സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. വളരെ കുറഞ്ഞ കർമ്മങ്ങളെ ഞങ്ങളിലുള്ളൂ അള്ളാഹുവെ, അതിലുള്ള എല്ലാ പോരായ്മകളെയും നികത്തിക്കൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ബാഗിൽ നിന്നോ എടുത്തോ. എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, അതെല്ലാം നികത്തിക്കൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള നല്ല ആരോഗ്യം, ഉന്മേഷം, ഉത്സാഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഈമാനിനെ ഏറ്റവും സ്ട്രോങ് ആയി ഈമാൻ നിറച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ നീ ഈമാനികമായ അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ സമയങ്ങളിലെ മുഴുവൻ സമയങ്ങളും നിന്റെ ദിക്റിലായി കൊണ്ട് കഴിഞ്ഞുകൂടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാവർക്കും നീ രോഗശമനവും ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് ദുആ വസിയത്ത് പല വിധത്തിൽ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി എല്ലാവർക്കും നീ ആശ്വാസം പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരുടെയും കുടുംബത്തിൽ നീ ഖൈറും ബർക്കത്തും നിഅമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. സൗഖ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ.
ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ വിജയം നൽകണേ അല്ലാ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഇസ്ലാമിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് നാഥാ നീ സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب آمين رحمة يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.